പ്രാണായാമം എന്ന് പറയുന്നത് പ്രാണനെ അയാമം ചെയ്യുക എന്നാണ് ആ വാക്കിനർത്ഥം. പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ജീവശക്തി, ടോട്ടൽ കോൺഷ്യസ് എനർജിയിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ ജീവശക്തിയാണ് പ്രാണൻ. ആ പ്രാണനെ അയാമം ചെയ്യുക. അയാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യാപിപ്പിക്കുക എന്നാണ് അർത്ഥം. വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ എല്ലാ നാഡികളിലേക്കും പ്രാണന്റെ സഞ്ചാരം യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഒരു നദി പോലെ ഒഴുകണം. അതായത് പ്രാണന് നാഡികളിലൂടെ സഞ്ചരിക്കുന്നതിന് ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ ആ പ്രാണനെ അയാമം ചെയ്യിക്കുക എന്നതാണ് ആ വാക്കിനർത്ഥം. പ്രാണ അയാമം, പ്രാണനെ അയാമം ചെയ്യിപ്പിക്കുക, അതായത് ശരീരത്തിലെ മുഴുവൻ നാഡികളിലേക്കും വ്യാപിപ്പിക്കുക എന്നാണ് അർത്ഥം. ഏകദേശം 72,000 നാഡികളാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് എന്നാണ് യോഗാശാസ്ത്രം അഭിപ്രായപ്പെടുന്നത്. ആ നാഡികൾ എന്ന് പറഞ്ഞാൽ ഈ പ്രാണന് സഞ്ചരിക്കുവാനുള്ള പാത, ചാനൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാഡികളെന്ന് പറയുന്നത്. ആ നാഡികളിലൂടെ പ്രാണന് സുഗമമായി സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രാക്ടീസാണ് പ്രാണായാമം. ഈ പ്രാണന് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പം ഈ പ്രാണൻ വല്ലാതെ ഡിസ്റ്റർബ് ആകുന്ന സമയത്താണ് നമുക്ക് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ട്, പ്രാണൻ്റെ ഡിസ്റ്റർബൻസ്, അതായത് പ്രാണൻ്റെ വിറയൽ, അത് നാഡികളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അത് പിന്നീട് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക്, അതായത് അത് നമ്മുടെ പ്രാണിക് ബോഡിയിൽ നിന്നും നമ്മുടെ സ്ഥൂല ശരീരത്തിലേക്ക് വ്യാപിച്ച് നമുക്ക് എന്തുണ്ടാക്കുന്നു, രോഗങ്ങളിലേക്ക് പോകുന്നതിന് കാരണമായി വരും. അതുകൊണ്ട് യോഗാസനങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം ശരിയായ രീതിയിലുള്ള പ്രാണായാമം, ശരിയായ രീതിയിൽ തന്നെ പ്രാണായാമം ചെയ്യണം. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ 1 മണിക്കൂർ സമയമെടുത്ത് നമ്മൾ ഈ പ്രാണായാമം നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് അതിൻ്റെ A to Z കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ശരിയായ രീതിയിലല്ല പ്രാണായാമം ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. എന്നാൽ ശരിയായ രീതിയിൽ പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ ശാന്തമായി വളരെ സമാധാനത്തോടു കൂടി ആ കൗണ്ടിങ് ഒക്കെ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി ആ രീതിയിൽ, ഇപ്പം 3-4 സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എടുക്കണ്ട, നമ്മൾ 3 സെക്കൻഡിലേക്ക് താരണം, കുറഞ്ഞ് ഒരു പടി താഴേക്ക് വരണം, എന്നിട്ട് അതിൻ്റെ ഇരട്ടി സമയം ഹോൾഡ് ചെയ്താൽ മതി. ആദ്യകാലങ്ങളിൽ ഹോൾഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ശ്വാസം ഇടത് മൂക്കിലൂടെ എടുക്കുക, വലത് മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. 3 സെക്കൻഡ് ആണെങ്കിൽ 6 സെക്കൻഡ്, ഇരട്ടി സമയം കൊണ്ട് പുറത്തേക്ക് വിടുക. തിരിച്ച് അതുപോലെ വലത് മൂക്കിലൂടെ 3 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ 6 സെക്കൻഡ് പുറത്തേക്ക് വിടുക. ബുദ്ധിമുട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അതുപോലെ ചെയ്യരുത്. എത്രത്തോളം ശാന്തമായി പ്രാണായാമം ചെയ്യാമോ അത്രത്തോളം ശാന്തമായി തന്നെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരണം. ഏകദേശം മാസങ്ങളോളം പ്രാക്ടീസ് എടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ അനുപാതമായിട്ടുള്ള, പ്രാണായാമത്തിന് അനുപാതമുണ്ട്, അതായത് 1:4:2. അതായത് എത്ര സെക്കൻഡ് കൊണ്ടാണോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് അതിൻ്റെ 4 ഇരട്ടി സമയം നമ്മൾ ഉള്ളിൽ ഹോൾഡ് ചെയ്യണം. എത്ര സെക്കൻഡ് കൊണ്ടാണോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി സമയം നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടണം. ഇതാണ് അതിൻ്റെ ഒരു അനുപാതം. ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേരുന്നതിന്, പ്രാണായാമത്തിൻ്റെ ആ ഒരു രീതിയിൽ എത്തിച്ചേരുന്നതിന് ചിലപ്പോൾ നമുക്ക് സമയമെടുക്കും, മാസങ്ങളെടുക്കും. അല്ലാതെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഈ ഒരു 1:4:2 എന്ന മാനറിൽ നമ്പറിലൊന്നും പ്രാണായാമം ആരും തന്നെ പ്രാക്ടീസ് ചെയ്യരുത്. അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും.